നാട്ടിക ബീച്ചിൽ മത്സ്യത്തൊഴിലാളികൾ സംരക്ഷിച്ചു പോന്ന 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഒഴുക്കിവിട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് കുഞ്ഞുങ്ങളെ ഒഴുക്കിവിട്ടത്. 48 ദിവസം മുമ്പാണ് മത്സ്യത്തൊഴിലാളികൾ നാട്ടിക ബീച്ചിൽ കടലാമയിട്ട മുട്ടയ്ക്ക് വലകെട്ടി സംരക്ഷണം ഒരുക്കിയത്. 49-ാം ദിവസം തിങ്കളാഴ്ച രാത്രിയാണ് മുട്ട വിരിഞ്ഞതും കുഞ്ഞുങ്ങൾ പുറത്തുവന്നതും. 100-ലധികം കടലാമ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ പിന്നീട് ബോക്സിൽ നിക്ഷേപിച്ചു. നായ്ക്കളുടെ ശല്യം ഏറിയതിനാലാണ് ബോക്സിൽ കടൽ വെള്ളം നിറച്ചാണ് സംരക്ഷണം നൽകിയത്. ചൂരലാമ വിഭാഗത്തിൽപ്പെടുന്നതാണ് കടലാമ കുഞ്ഞുങ്ങൾ. നാട്ടിക ബീച്ചിൽ ആദ്യമായാണ് കടലാമയുടെ മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതും. മുൻപ് ബീച്ചിൽ കടലാമ മുട്ടയിടാറുണ്ടെന്നും താനെ വിരിഞ്ഞു പോവാറുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. കടലാമ സംരക്ഷണ വേദി സംസ്ഥാന കോഓർഡിനേറ്റർ രവി പനക്കൽ, മത്സ്യത്തൊഴിലാളികളായ അലി പണിക്കപ്പറമ്പിൽ, സുബൈർ പട്ടാട്ട്, MA അനീഷ്, നാഷാദ് പണിക്കവീട്ടിൽ, സലീം പട്ടാട്ട്, സാബു എന്നിവരാണ് മുട്ടയും കടലാമ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയത്. കൂടാതെ പ്രദേശവാസികളും ബീച്ചിലെ റിസോർട്ടുകളിലെത്തിയ വിദേശികളും സഹായവുമായി സ്ഥലത്തുണ്ടായിരുന്നു. കടലാമ സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. എൻ്റെ പേര് രവി പനക്കൽ. നമ്മൾ കടലാമ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിൽ 10-15 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും അതോടൊപ്പം തന്നെ ഫിഷറീസിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ നിവേദനത്തിന് പുറത്ത് സർക്കാർ ഒരു GO ഈ ഫെബ്രുവരി 17-ാം തീയതി ഇറക്കിയിരിക്കുകയാണ്. കടലാമ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രദേശത്തെ സഹപ്രവർത്തകർ, അതുപോലെ ജനപ്രതിനിധികൾ, മറ്റ് വാർഡ് മെമ്പർമാർ, മറ്റെല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ 12ഓളം കടലാമ കൂടുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ പോലീസുമായി സംയുക്തമായി നമ്മൾ 2 കൂട് കുഞ്ഞുങ്ങളെ ഇറക്കി. ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ജനപ്രതിനിധികളും ഞങ്ങളുടെ സഹപ്രവർത്തകരും എല്ലാവരും കൂടി മറ്റ് 3ാമത്തെ കൂടിലെ കുഞ്ഞുങ്ങളെയും കൂടി ഇറക്കാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇങ്ങനത്തെ തരത്തിൽ സർക്കാർ സംവിധാനത്തിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായുള്ളതിൻ്റെ പേരിൽ കടലാമകളെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോട് കൂടി, സന്തോഷത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതിനുള്ള